നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു ചക്കയുടെ ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വയനയിലയൊക്കെ പിച്ചി നമ്മൾ നല്ലൊരു ചക്കയുടെ ഉണ്ടാക്കുവാണ്. ആ ചക്കയുടെ ഒരു ടേസ്റ്റും ഫ്ലേവറും ആ വയനയിലയുടെ ഒരു മണവും എല്ലാം കൂടെ വല്ലാത്തൊരു ഫീലിങ്സ് അല്ലയോ ഫ്രണ്ട്സ്? എല്ലാവർക്കും ഇഷ്ടമാണോ ഇത്? ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിച്ചി ഇലയെല്ലാം കഴുകി ഒന്ന് വെള്ളം തോരാൻ വെച്ച് ഇനി ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ശർക്കരപ്പാനിയിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് അരച്ച് വെച്ചിരിക്കുന്ന ചക്കയുടെ മിക്സ് ഇട്ട് ഒന്ന് ഇളക്കിയെടുത്ത് ചെറിയ തീയിലിട്ടൊന്ന് വരട്ടിയെടുക്കണം. നമ്മുടെ ചക്ക വരട്ടിയത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി എടുക്കണം. അതിനകത്തേക്ക് ഒരിച്ചിരി ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പിടുന്നത്. ഇനി നമ്മളിതിനകത്തേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മുറി തേങ്ങയാണ് ഇട്ട് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു തേങ്ങയുടെ പകുതിയോളം. തേങ്ങയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. തോനെ ചേർക്കേണ്ടവർക്ക് തോനെ ചേർക്കാം. ഇനി നമ്മളിതിനകത്തേക്ക് ഏലക്ക, ജീരകം, പഞ്ചസാരയുടെ പൊടിച്ചിട്ടു. ഇനി ചക്ക വരട്ടിയത് നമ്മൾ കുറേശ്ശായിട്ട് ഒഴിച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് മാവാക്കി റെഡിയാക്കി എടുക്കണം. ഇത് ഒഴിക്കുമ്പോൾ നമ്മൾ വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ കുറേശ്ശായിട്ട് ഒഴിച്ച് വെള്ളത്തിൻ്റെ അളവ് നോക്കി നമുക്കൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വയനയില എടുത്ത് കുമ്പിള് കുത്തി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മാവ് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാം. ആ വയനയിലേക്ക് ആ കുമ്പിളിനകത്ത് കൊള്ളുന്ന രീതിയിൽ നമുക്ക് മാവ് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ കുറേശ്ശെയായിട്ട് വെച്ച് കൊടുത്ത് ആ ഇലയുടെ തണ്ട് നമ്മൾ അകത്തോട്ടാണ് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ നമുക്ക് ആ ഒരു കുമ്പിള് റെഡിയാവും. വേറെ ഒരു ഈർക്കലിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നമ്മൾ എല്ലാം കുമ്പിളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവി കയറ്റാൻ റെഡി ആയിട്ടുണ്ട് വയനയിലയപ്പം ചക്കയട. നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ പ്ലേറ്റിനകത്താക്കി ഇനി കുട്ടികൾക്ക് കൊടുക്കാം. അബിയാണ്ട് കഴിക്കുകയാണ്. അബിക്ക് തിന്നപ്പോഴേ ഇഷ്ടപ്പെട്ടു. അബിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അപ്പു വേറെ ടൈപ്പാണ്. അവന് ഈ കടുകടുന്ന് കറുമുറ കഴിക്കുന്ന സാധനങ്ങളോടാണ് അവന് താല്പര്യം. എന്തോ പറയാൻ നോക്കാം. കഴിക്കുന്നുണ്ട്. സൂപ്പറാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.